സുനിൽ നോക്കൂ, ഇന്നലെ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തുന്നതും എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചിടത്തു നിന്ന് ബാക്കി തുടങ്ങുകയായിരുന്നു രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി പറയാതെ പോയ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ. പറയാൻ മറന്നതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നതാണ്. അത് ഇവിടെ BJPയും LDFും തമ്മിലുള്ള ബാന്ധവത്തിന്റെ ആ ഒരു മുൻധാരണയുടെ പേരിലാണ് പല കാര്യങ്ങളും പ്രധാനമന്ത്രി പറയാതെ പോയത് എന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ ഗാന്ധി. പരസ്യ പ്രചരണം അവസാനിക്കാൻ കേവലം 8 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നത്. കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളോടുകൂടിയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെയും BJPയും കടന്നാക്രമിച്ചുള്ള തന്റെ പ്രസംഗങ്ങൾ നടത്തിയത് എന്ന് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്ന് തന്നെ ഒറ്റ കയറ്റിയ പാട്ട് ആലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യം പാട്ട് ഉയർത്തിക്കൊണ്ട് കൃത്യമായി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യമെന്ന് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് UDFന് സമ്മാനിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. വരുന്ന ഒരാഴ്ചക്കാലം സജീവമായി ആ വിഷയം തന്നെ ആ വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്, UDF ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണമാണ് BJP ഡീൽ എന്ന ആരോപണം. ആ ആരോപണം ഏറ്റെടുക്കുന്ന രാഹുൽ ഗാന്ധി കുറെ കൂടി ശക്തമായ രീതിയിൽ ഈ ഡീലിന്റെ പേരിൽ ഉള്ള കടന്നാക്രമണം നടത്തുന്നുണ്ട് എന്നതുകൂടി വ്യക്തമാണ്. അത്തരമൊരു ഡീൽ ഉണ്ടാകാൻ എന്തുകൊണ്ട് ഡീൽ ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാൻ കാരണമുണ്ട് എന്ന് പറഞ്ഞ് അത് വിശദമായി നിരത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ പ്രസംഗം. അതിലധികം പ്രധാനമായും പറയുന്നത്, വിമർശിക്കുന്ന ആളുകളെ ആണ് എപ്പോഴും മോദി ഭയന്നിരുന്നത്. ഇവിടെ പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ശക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ വിമർശനങ്ങളൊന്നുമില്ലാതെ മോദിയുമായി ഒരു ധാരണയിൽ പോകുന്ന സർക്കാരാണ് LDFന്റെ സർക്കാർ. അതുകൊണ്ട് തന്നെ LDFനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക, കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും ഈ ഡീലിന്റെ പിന്നിലെന്നാണ് ഒരു ആരോപണം. മറ്റൊന്ന്, മോദിക്ക് വഴങ്ങി നിൽക്കുന്ന, എക്കാലവും മോദിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. നേരത്തെ ട്രംപ് എങ്ങനെയാണോ ഇപ്പോൾ മോദിയെ ഭീഷണിപ്പെടുത്തി തന്റെ വരുതിയിലാക്കി നിർത്തുന്നത്, അതേ നയം തന്നെയാണ് മോദി പിണറായിയുടെ അടുത്തും സ്വീകരിക്കുന്നത്. പിണറായി വിജയനെതിരായി ഉയർന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്നത്. അതുകൊണ്ട് മോദിക്ക് എക്കാലവും വഴങ്ങി നിൽക്കുന്ന പിണറായിയും LDF സർക്കാരും വീണ്ടും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് മോദി സ്വാഭാവികമായും. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളൊന്നും മോദി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയിട്ട് ഉയർത്താതെ പോയതെന്ന ആരോപണം കൂടി രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ എവിടെയെങ്കിലും വർഗീയതയോ വോട്ടോ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധാരണഗതിയിൽ മോദി അല്ലെങ്കിൽ BJP ഉയർത്തിക്കൊണ്ടുവരൂ. ഇത് CPM നേതാക്കൾ ഉൾപ്പെട്ട സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ മൗനം പാലിച്ച് CPMനെ LDFനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് മോദി നടത്തുന്നതെന്ന ആരോപണം കൂടി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി. അങ്ങനെ സജ്ജമായ പ്രതികരണങ്ങളുമായി അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ആണ് ഇത്തവണ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ആദ്യഘട്ട പ്രചരണത്തിൽ എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിനൊപ്പം പത്തനംതിട്ടയിലും രാഹുൽ ഗാന്ധി മറ്റു ചില വിഷയങ്ങൾ കൂടി ഉയർത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഏറെക്കാലമായി ഉരുണ്ട് കളിക്കുകയാണ്. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും, ഈ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകും എന്ന ഉറപ്പ് കൂടി രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്.
അതായത് ലക്ഷ്യം വ്യക്തമാണ്. രാഹുൽ ഗാന്ധി എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അതത് ജില്ലകളിൽ പോയി പ്രാദേശികമായി അവിടെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. പത്തനംതിട്ടയിൽ പോയി സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള പത്തനംതിട്ട ജില്ലകളെയോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലങ്ങളെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചാരണമായതും UDF-ന്റേത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. വലിയ തിരിച്ചടിയായതും LDF-ന് വലിയ തിരിച്ചടിയായതും അതേ സംഭവം തന്നെ. അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരിക. ഒപ്പം ഡീൽ ആരോപണം, BJP-യും CPM തമ്മിൽ ഡീലുണ്ട്, മോദിയുടെ ഒറ്റച്ചങ്കായി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ വരുത്തി തീർത്ത് അത് കൃത്യമായ ഒരു അജണ്ട സെറ്റിംഗ് ആയി ആ ലക്ഷ്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുടനീളം. ആ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആഹ്വാനം തന്നെയാണ് പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധി പ്രസംഗത്തിലൂടെ നൽകുന്നത്.